നമസ്കാരം. കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. ദൂരദർശൻ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചതോടെ വീണ്ടും കേരള സ്റ്റോറി വാർത്തകളിൽ നിറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തലശ്ശേരി, ഇടുക്കി രൂപതകൾ കേരള സ്റ്റോറി പ്രദർശനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹാലിളകി പിണറായി വിജയനും രംഗത്തെത്തി. സിനിമയിൽ പറയുന്നത് പോലെയൊന്നും കേരളത്തിൽ നടന്നിട്ടില്ലെന്നും അതിൽ പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്നുമായിരുന്നു പിണറായിയുടെ വാദം. എന്നാൽ സിനിമയിൽ പറയുന്നത് പോലെ ലവ് ജിഹാദിൽപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ആ ജില്ലയെ കഴിഞ്ഞ 15 വർഷമായി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ലോക്സഭാ MP ശശി തരൂരിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ലവ് ജിഹാദ് എന്നത് കെട്ടുകഥ എന്നുള്ള പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം MPയും ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ നിൽപ്പ്. ഇതിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാസ. മനസ്സുകൊണ്ട് ജിഹാദികൾക്കൊപ്പമാണെങ്കിലും സ്വന്തം ജില്ലയിൽ നിന്നും ഇത്രയധികം പെൺകുട്ടികൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ശശി തരൂരിന് ലവ് ജിഹാദ് എന്നൊരു കെട്ടുകഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ നിന്നെങ്കിലും വിട്ടുനിൽക്കാമായിരുന്നുവെന്നാണ് കാസ പറയുന്നത്. പക്ഷേ ശശി തരൂർ അത് ചെയ്തില്ല. കാരണം ശശി തരൂരിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാപിത താല്പര്യങ്ങളുമാണെന്നാണ് സ്വന്തം മണ്ഡലത്തിലെ പെൺകുട്ടികൾ നഷ്ടപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ കണ്ണീരിനേക്കാൾ അയാൾക്ക് വലുത്. അതിനാൽ തന്നെ ഇനി തീരുമാനമെടുക്കേണ്ടത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളാണെന്നാണ് കാസയുടെ അഭിപ്രായം. എന്തായാലും നിരവധി പേരാണ് ഇപ്പോൾ കാസയുടെ ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. കാരണം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹവും രാജ്യവിരുദ്ധ നിലപാടുകളും നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ പരസ്യമായി തങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് നിന്നത് ഹമാസിനൊപ്പമായിരുന്നു. അതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാട് നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമായതാണ്. എന്നിട്ടും ഇപ്പോഴും ചില പ്രത്യേക വിഭാഗക്കാരെ പ്രീതിപ്പെടുത്താനാണ് ഇവരുടെ ശ്രമം. എന്നാൽ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് നേതാക്കളൊന്ന് അറിഞ്ഞാൽ നല്ലത്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.